ഹലോ. ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ, ഒരുപാട് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാ കാണുന്നേ. വേണമെന്ന് അഴിച്ചു കാണിക്കാം. എന്നത് മൃദംഗല്ലേ? അയ്യോ, ഞാൻ അതല്ല പറഞ്ഞത്. നിങ്ങൾ ഈ കച്ചേരിക്കാരെ നിങ്ങളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറയുന്നത്. മറ്റേ പുള്ളിയുടെ മറ്റേ പുള്ളി എന്തേ? ആരാശനോ? ആശാൻ പുറകെത്തും. പുറകെത്തോ? പിന്നെ ആശാൻ വന്ന ഉടനെ നമ്മൾ പരിപാടി അങ്ങ് തുടങ്ങുമല്ലോ. അയ്യോ, അത് പറ്റത്തില്ല. ഇവിടെ ഭയങ്കര വിഷയമുള്ള ഏരിയയാണ്. നിങ്ങൾ പെട്ടെന്ന് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തുടങ്ങിക്കോ, പുള്ളി ഇടയ്ക്ക് വന്ന് കയറിക്കോളും. ഞാൻ തുടങ്ങിക്കോ, പുള്ളി ഇടക്ക് വന്ന് കയറിക്കൊള്ളുന്നു. ഇതെന്നെ പറമ്പിപ്പണിയാണോ ഇടക്ക് വന്ന് കയറി? കച്ചേരിക്ക് വന്നാൽ ഭാഗവതർ വന്ന് എന്നാലേ പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ. ഇതെന്നെ സംഭവം? ഇതെന്നെ നിങ്ങൾ ഇപ്പോഴാണോ ഈ സാധനം ഉണ്ടാക്കാൻ പോകുന്നത്? 6 മാസം നിങ്ങൾ ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിൽ ഇരുന്നില്ല, അപ്പൊ ഉണ്ടാക്കാൻ മേലേ? ഇത് പണിതിട്ട് എപ്പോ പരിപാടി കളിക്കും? ഇത് പണിത് ഉണ്ടാക്കുവാണോ? എന്റെ ടോൺ കറക്റ്റ് ചെയ്യുക, പിച്ച് കറക്റ്റ് ചെയ്യുക. ടോൺ കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്റെ ടോൺ മാറും. പിന്നെ അല്ലാതെ കറക്റ്റ് ആയിരിക്കണം. ആശാൻ വന്നു കഴിഞ്ഞാൽ പരിപാടി ഞങ്ങൾ പൊളിച്ചെടുക്കും. എന്നെ സംഭവം എന്താണെന്നറിയോ? ഈ സ്ഥലത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ മേലാത്തോണ്ടാണ്. ഇത് ഭയങ്കര ഇടങ്ങേറ് പിടിച്ച സ്ഥലമാണിത്. ഇടങ്ങേറൊന്നും നമ്മുടെ ആശാനൊരു വിഷയമല്ല. ആശാനുണ്ടല്ലോ, നിസ്സാരക്കാരനല്ല. ആശാൻ പ്രഗത്ഭനല്ലേ. ആശാൻ പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഇവിടെ ഉണ്ടാകത്തില്ല. അത്ര പൊളി പരിപാടിയാണോ? പൊളിയായിട്ടില്ല. പ്രശ്നക്കാരും പരിസരത്ത് നിൽക്കലും എല്ലാം വിട്ടുപോകും. സൂപ്പർ പരിപാടിയാണ്. പിന്നെ കിടക്കാൻ വെട്ടാൻ വരുന്ന പോത്തിൽ വരെയും പാട്ടുപാടി മയക്കിട്ടുള്ള ആളാണ് എൻ്റെ ആശാൻ. അത് ഏത് പോത്താണ്? അത് ജല്ലിക്കെട്ടിലെ പോത്ത്. ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ അതിൽ പിടിച്ച് തൂങ്ങി ആടുവാണോ? ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞ അത്രക്ക് വിദഗ്ധനായ പാട്ടുകാരനാന്നാ പറഞ്ഞു. പ്രസിഡന്റ് കേൾക്കണം, ഞങ്ങൾക്ക് ഇടുക്കിയിൽ ഉള്ളേരിയയിൽ ഒരു പരിപാടി. പൊട്ടത്തരം വിളിച്ചു പറയല്ലേ? ഇടുക്കിയിലാണോ ഉള്ളേരി? ഉള്ളേരി എന്ന് പറഞ്ഞത് കോഴിക്കോടല്ലേ? അത് സ്ഥലം. ഇത് ഇടുക്കിയിൽ ജില്ലയിൽ ഏരിയയിൽ ഒരു പരിപാടി. ഉൾഭാഗത്ത്. ഞങ്ങൾ ആ പരിപാടിയും കീച്ചു കഴിഞ്ഞ് തിരിച്ചു വരുക. പരിപാടി അവതരിപ്പിച്ചിട്ട് കാറെ തിരിച്ചു വരുക. ഈ ഇടുക്കിയിലെ റോഡൊക്കെ അറിയാമല്ലേ, കാറിന്റെ പറ്റ വഴിയൊക്കെ റോഡ് പോകുന്നത്. ഞങ്ങൾ കാറെ വരുമ്പോ ഉണ്ടോ കാണ്ട ഫ്രണ്ടിൽ കാട്ടുപോത്ത് കുത്താനായിട്ട് നിൽക്കുന്നു. ഞങ്ങൾ വിറച്ചു പോയില്ലേ. ആശാൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ ഇരിപ്പില്ലേ. എന്നിട്ട് ആശാൻ ഡോറ് തന്നങ്ങ് ഇറങ്ങി ആ പോകിൽ ഒരു കീച്ചങ്ങ് കീച്ചു. ആ പോക്കിന് കീച്ചെന്നല്ല, ആ പോകി രാത്രി ഒരു കീർത്തനം കണ്ട് കീച്ചു. ഇത് കേട്ടതും പോത്ത് മയങ്ങി നിന്നു. ഈ തക്കത്തിന് ഞങ്ങളെല്ലാം കൂടെ ചാടി വീണ് ആ പോത്തിനെ കശാപ്പ് ചെയ്ത് പീസാക്കി വീതം വെച്ചിട്ടിരുന്നപ്പം അപ്പുറത്തെ വീട്ടിൽ നിന്ന് 2 അവന്മാർ വന്നിട്ട്, ആരാ ഞങ്ങളുടെ പോത്തിനെ കശാപ്പ് ചെയ്ത് വീതം വെക്കുന്ന ഭയങ്കര ബഹളം. അപ്പൊ അത് നാട്ടുപോത്തായിരുന്നു ആണെന്നേ. നിങ്ങളൊക്കെ എന്നെ പരാജയമാണ്. കാട്ടുപോത്തിനും നാട്ടുപോത്തിനും തിരിച്ചറിയാൻ പാടില്ലേ? എന്റെ പൊന്നു സുഹൃത്തെ, പോത്തിന് ആധാറുണ്ടോ? പരിപാടി കറക്റ്റായിട്ട് നടത്തണം, അല്ലെങ്കിൽ ഞാൻ അറിയാലോ. പരിപാടി കിടക്കും. ആശാൻ വന്ന പരിപാടി കിടക്കും. പ്രണവ സ്വരൂപ പ്രണവ സ്വരൂപ 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 രൂപ സ്വരൂപ സ്വരൂപ പ്രണവ സ്വരൂപ. നല്ല പാട്ടുകാരനാണ്. പിച്ചെടുത്ത് ഇപ്പോഴും ജീവിക്കുക. അതേ ഒരു വെച്ചിട്ടുണ്ട്. പിച്ചക്കാരനല്ലത്, നമ്മുടെ ഭാഗവതരല്ലേ. പുള്ളി രാഗം പിടിച്ചത്. ആരാന്ന് പറഞ്ഞു? ഞാൻ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ്. വിവരക്കേട് കണ്ടപ്പോഴേ തോന്നി എന്നാ തോൽവിയാണോ ഇവരൊക്കെ. സമ്മതിക്കണം കേട്ടോ. നമുക്ക് കീച്ചേക്കല്ലേ? പരിപാടി അടിപൊളിയായിരിക്കണം. പരിപാടി അടിപൊളിയാണോ? നമ്മളെ കുറിച്ച് അറിയാൻ മനസ്സിലാക്കില്ല, ഭാഗവതരെ കുറിച്ച് അറിയാൻ പാടില്ല. ഈ കാണുന്ന ആളല്ല പുള്ളി. പ്രഗത്ഭനല്ലേ, പ്രഗത്ഭൻ. പാട്ട് പാടി തളർന്നു കിടന്ന വ്യക്തി അവരെ എഴുന്നേപ്പിച്ചിട്ടുള്ള ആളാ. വൈക്കത്തമ്പലത്തിലെ ഞാൻ എന്റെ കച്ചേരി ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഒരു അഭ്യുദയകാംക്ഷി, എന്റെ ഒരു ആരാധക ഫ്രണ്ട് വന്നിരുന്ന കാഴ്ച കാണുവാണ്. ഈ കച്ചേരി കഴിഞ്ഞ് ഞങ്ങൾ ഗ്രീൻ റൂമിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എൻ്റെ വീട് വരെ ആശാനൊന്ന് വരണം, എൻ്റെ അമ്മാവൻ തളർന്ന് കിടക്കുവാണ്, അമ്മാവനൊന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അന്നേരപ്പം തന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ മൂത്ത അമ്മാവൻ തളർന്ന് കിടക്കുക. അപ്പം തന്നെ ഞാൻ ഒറ്റ കീർത്തനം അങ്ങോട്ട് കീർത്തി. ഒറ്റ കീർത്തനം അങ്ങോട്ട് ആലോചിച്ച് അങ്ങോട്ട് കഴിഞ്ഞില്ല. അപ്പം തന്നെ ഈ അമ്മാവൻ ചാടി ചെയ്തു. ഒറ്റ ഓട്ടമായിരുന്നു. ഈ അമ്മാവനിപ്പോ എവിടെയുണ്ട്? പാകിസ്ഥാനിൽ ചെന്നിട്ട് ഇന്ത്യക്കെതിരായി ISI ചേർന്ന് പ്രവർത്തിച്ചിരിക്കുന്നു. ലയമില്ലാത്തവനെ ഇറങ്ങിയിരിക്കെ കേട്ടോ. ഞാൻ പറഞ്ഞു ഒപ്പിച്ച് വെച്ചോളാം കേട്ടോ. പരിപാടി അടിപൊളിയാക്കണം. പരിപാടി അടിപൊളിയാണല്ലോ, കിടക്ക് പരിപാടിയാവുന്നു. ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കണം എന്ന് ഓർത്താ, നിങ്ങൾക്ക് ഈ പുറത്തൊക്കെ പരിപാടി കിട്ടിയിട്ടുണ്ടോ? എന്നാ ചോദ്യം. പരിപാടി വെക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ കുറിച്ച് പഠിച്ചിട്ടില്ല. ഇഷ്ടംപോലെ പരിപാടി മിക്കവാറും പുറത്താണ് പരിപാടി. പിന്നെ കാണിച്ചു കൊടുക്കാൻ ചൊറിച്ചിലാണ് പുറത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്നാ കിടക്കും പരിപാടികളാ. നമ്മൾ കുവൈറ്റില് എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിപാടിയായിരുന്നു, വലിയ പരിപാടിയായിരുന്നു. പിന്നെ അന്ന് ഞാനുണ്ടായിരുന്നു, സ്റ്റീഫൻ ദേവസ്യ ഉണ്ടായിരുന്നു, ശിവമണി ഉണ്ടായിരുന്നു, മട്ടന്നൂർ ഉണ്ടായിരുന്നു. ഫ്യൂഷനായിരുന്നു. അതെ ആണോ? ആശാൻ ചെന്നപ്പോ കൺഫ്യൂഷൻ ആയി. അതല്ല പറഞ്ഞത്, കൺഫ്യൂഷൻ എന്ന് പറയാൻ ആരും തുടങ്ങണമെന്നുള്ളൊരു കൺഫ്യൂഷൻ. ആദ്യം പിന്നെ ഞങ്ങൾ കൂടെ തുടങ്ങി വന്നപ്പോഴേക്കും സ്റ്റീഫൻ ദേവസ്യ ഒന്നിട്ടു. അപ്പോഴത്തേക്ക് ശിവമണി ഒരെണ്ണം അടിച്ചു.
അപ്പോഴത്തേനും മട്ടന്നൂർ ഒരെണ്ണം അടിച്ചു. അങ്ങനെ സ്റ്റീഫൻ ദേവസി അടിച്ചു, മട്ടന്നൂർ അടിച്ചു, ശിവമണി അടിച്ചു. സ്റ്റീഫൻ ദേവസി അടിച്ചു, മട്ടന്നൂർ അടിച്ചു, ശിവമണി അടിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ കയറി ഞാൻ 2 എണ്ണം അടിച്ചു. അയാള് മദ്യപിക്കുന്ന അല്ല ഞാനും എന്നെ 2 കീർത്തനവും അടിച്ചു. അടിച്ച് ഭയങ്കര അടിച്ച് കയറി പരിപാടി കത്തി കയറി നിൽക്കുന്ന സമയത്ത് സ്റ്റീഫൻ ദേവസി വന്ന് എൻ്റെ കാലെ കെട്ടിപ്പിടിച്ചിട്ട് സങ്കടത്തോട്ടൊരു കാര്യം പറഞ്ഞു. ഉപദ്രവിക്കരുതെന്ന്. ഉപദ്രവിക്കരുത്. കാരണം വെച്ചാൽ ആശാന്റെ കച്ചേരി ഒന്ന് ഒതുക്കി തരണം, ഞങ്ങളുടെ പരിപാടി നടത്താനുള്ളതാണ്, അതുകൊണ്ട് ഞങ്ങളുടെ പരിപാടി നടത്താൻ അനുവദിക്കണം, ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞുള്ള പരിപാടിയായിരുന്നു. അതുപോലെ കത്തിക്കയറുന്ന പരിപാടികളല്ലേ ഞങ്ങളുടെ ഇവിടുന്ന്. കേരളത്തിൽ പിന്നെ നമ്മൾ ഗോവയ്ക്ക് പോയി. കുവൈറ്റിൽ നിന്ന് വന്നിട്ട് നേരെ ഗോവയ്ക്കാണ്. ഗോവയിൽ നിങ്ങൾ പരിപാടി ഗോവ പരിപാടി പറഞ്ഞാൽ ഞങ്ങൾ പോയിട്ട് 3 മാസം കഴിഞ്ഞല്ലേ തിരിച്ചു വന്നത്. അപ്പൊ ചെയിൻ പരിപാടിയായിരുന്നു? അല്ല, ഒറ്റ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ 3 മാസം എടുത്തു? അല്ല, ഈ 3 മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കച്ചേരി എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് നടത്തുന്ന കാര്യമല്ല. ഞാൻ ഈ കച്ചേരി അവതരിപ്പിക്കാൻ വേണ്ടി എവിടെ ചെന്നെന്ന് പറഞ്ഞാലും ഈ കച്ചേരിയെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യം വർത്താനം പറഞ്ഞതിന് ശേഷമേ ഞാൻ കച്ചേരി അവതരിപ്പിക്കാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കച്ചേരി അറിയാത്തവർ കൂടെ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ കച്ചേരി ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഗോവയിൽ ചെന്നിട്ട് ഞാൻ ആദ്യം എന്ന് പറഞ്ഞു, സംഗീതം അനന്തസാഗരമാണ്. അതിന്റെ തീരത്തൂടെ പമ്മി പതുങ്ങി നടക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ്. പമ്മി നടക്കുന്നത് കുളിസിയും കാണാൻ. അതാണോ പറഞ്ഞത്? ആ പമ്മി പതുങ്ങി നടക്കുന്ന ആ താളത്തിൽ വേണം നമ്മൾ ആ സംഗീതത്തെ കുറിച്ച് പഠിക്കാൻ. അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കടലിന്റെ ആരപ്പടപ്പിലേക്ക് ഇറങ്ങി ചെന്ന് നമുക്ക് സംഗീതം പഠിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ സംഗീത കച്ചേരി അങ്ങോട്ട് കഴിഞ്ഞതും കമ്മിറ്റിക്കാർ വന്നിട്ട് എന്നെ പൊക്കി എടുത്തുകൊണ്ടെന്ന് അവർ ഹൗസ് ബോട്ടിലോട്ട് ഇരുത്തിയിട്ട് നേരെ കടലിന്റെ നടുക്കോട്ടാണ്. അത് ഗോവയിൽ പരിപാടി പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അവർ ട്രീറ്റ് ചെയ്യും, ഉൾക്കടലിൽ പോയിട്ടാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്തൊക്കെ പറഞ്ഞു, നീ ഇതിന്റെ ഇടയ്ക്കകത്ത് ഇറങ്ങിയിട്ട് ആ കാടലിന്റെ ആഴവും പരപ്പും എല്ലാം കണ്ടിട്ട് കക്കയും ഞമണിക്കൊക്കെ വാരിക്കൊണ്ട് വന്നാൽ അവിടെ ഇട്ട്. പിന്നെ അവസാനം ഞാൻ മാക്കെന്ന് നീന്തിയിട്ട് ആലപ്പുഴ കടപ്പുറത്താണ് വന്ന് കയറിയത്. ആലപ്പുഴ എന്തിനാ കണ്ണൂർക്ക് നീന്തി കയറാൻ എളുപ്പമല്ലായിരുന്നു? കണ്ണൂർ പരിപാടി നടത്തിയിട്ടുണ്ട്, അടുക്കാൻ പറ്റത്തില്ല. കോഴിക്കോട് കാപ്പാട് ബീച്ച് വടക്കൻ ജില്ല തൊടാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ നീന്തി ആലപ്പുഴ വന്നപ്പോഴത്തേക്ക് എന്റെ കുറെ ആരാധകർ മുളങ്കം ഇങ്ങനെ ഇട്ട് തന്നിട്ട് പറഞ്ഞു അതെ പിടിച്ച് കയറിക്കളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പിടിച്ച് കയറി വരികയല്ലായിരുന്നു. ആശാനെ അവര് കുത്തി തള്ളിവിടാൻ വന്നപ്പോ ആശാൻ അതിൽ പിടിച്ച് കയറി പോന്നല്ലേ. ലയമില്ലാത്തവനെ ഞാൻ പറഞ്ഞു ഒപ്പിച്ച് വെക്കുക അവിടുന്ന് കേട്ടോ. അവിടുന്ന് ലയമില്ലാത്ത ആ ലയമില്ലാത്തവൻ. ഇത് കുറെ നേരം ലയമില്ലാത്തവന് ഇത് എന്താ സംഭവം? എന്താ എടാ ശ്രുതി ആരാ? ശ്രുതി അമ്മ ലയമ. ആ ആശാന് തന്തക്കുളിക്കല്ലേ? അതാ ഞാൻ സംഗീതപരമായിട്ട് തെറി വിളിക്കാറുള്ളൂ, അല്ലാതെ ഞാൻ ചുമ്മാ ഞാൻ തെറികളൊന്നും പറയാറൊന്നുമില്ല. നീ മര്യാദക്കിരുന്നില്ലെന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യ ഇന്ന് പുളിച്ച തെറി. ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ, ചോദിക്കാൻ കൊള്ളത്തില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനൊന്നും ഒരു മൂഡ് കിട്ടുമായിരുന്നു പറഞ്ഞ കിട്ടിയ മധുരം ഉള്ളതാണോ അതോ വിത്തോട്ട് വേണോ? അതിന് മധുരം ഇടുന്ന തന്നെ. അല്ല കട്ടൻ കാപ്പി ആണെങ്കിൽ കൊടുത്തരും നല്ലതായിട്ട് മധുരം കഴിക്കുന്ന. അല്ല, ഞാൻ മധുരം കഴിച്ച് നിർത്തി. ഷുഗർ അത് വേണ്ട, ഞങ്ങൾക്ക് ഒന്നും വേണ്ട. നിങ്ങൾ